ചിരിപ്പിച്ചു കൊല്ലുന്ന കപ്പപ്പുട്ട് കഥ. പുട്ടുകളുടെ കൂട്ടത്തിലെ ഒരു താരം. പേര് കപ്പപ്പുട്ട്. സാധാരണ പുട്ടുകളെല്ലാം അരിപ്പൊടിയുടെ മക്കളാണെങ്കിൽ ഇവൻ അല്പം കുസൃതിക്കാരനാണ്. എല്ലാം അരി മതി, എങ്കിൽ എനിക്കൊരു പുട്ടായിക്കൂടെ എന്ന് കപ്പ മരച്ചീനി ചോദിച്ചതിന്റെ ഫലമാണ് ഈ കപ്പപ്പുട്ട്. അരിപ്പൊടിയുടെ മട്ടും ഭാവവുമില്ലാതെ കപ്പയെ നന്നായി ചീകിയെടുത്ത് ചിലപ്പോൾ വേവിച്ചു ഉടച്ചും ഉപ്പും ചേർത്ത് പുട്ടിന്റെ മട്ടിൽ നനച്ചെടുക്കുന്നു. ഈ കപ്പക്കൂട്ടിൽ തേങ്ങയും കൂടി ചേരുമ്പോൾ സംഭവം പൊടിപൂരമാകും. നേരത്തെ അരിപ്പുട്ടിനെ കളിയാക്കിയ കപ്പ പുട്ടുകുറ്റിയിൽ ആവിയേറ്റു പുറത്തേക്ക് വരുമ്പോൾ ഒരു സിനിമാ നടനെ പോലെ നീണ്ട് സുന്ദരനായി വരും. ഞാനൊരു ഫില്ലിംഗ് വിഭവമാണ്, കളി വേണ്ട എന്ന് പുട്ടുകുറ്റിയുടെ മുകളിൽ തലയുയർത്തി നിൽക്കുന്ന കപ്പപ്പുട്ട് പറയും. ഇവനെ കഴിക്കാൻ എരിവുള്ള മീൻകറിയോ അല്ലെങ്കിൽ ഒരു ബീഫ് പോത്തിറച്ചി കറിയോ വേണം. മധുരം മാത്രം മതി എന്നുള്ളവർക്ക് പഴവും ശർക്കരയും കൂട്ടി കഴിക്കാം. കറിയില്ലെങ്കിലും ആളൊരു കേമനാണ്. ആരോഗ്യത്തിന് കപ്പപ്പുട്ട്. നല്ല കാര്യങ്ങൾ. കപ്പപ്പുട്ട് വെറുമൊരു സ്വാദിനു വേണ്ടി മാത്രമുള്ള വിഭവമല്ല, ആരോഗ്യപരമായ പല ഗുണങ്ങളും ഇവനുണ്ട്. ഊർജം. കപ്പയിൽ ധാരാളമായി അന്നജം, കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഇത് പെട്ടെന്ന് ശരീരത്തിന് വേണ്ട ഊർജം നൽകുന്നു. കർഷകരുടെയും കായികാധ്വാനം ചെയ്യുന്നവരുടെയും ഇഷ്ടഭക്ഷണമാകുന്നതിന്റെ കാരണം ഇതാണ്. നാരുകൾ. ഇതിലടങ്ങിയിട്ടുള്ള നാരുകൾ ഫൈബർ വയറിന്റെ പ്രവർത്തനങ്ങൾക്ക് നല്ലതാണ്. ഇത് ദഹനവ്യവസ്ഥയെ സഹായിക്കുകയും വയർ പെട്ടെന്ന് നിറഞ്ഞതായി തോന്നിക്കുകയും ചെയ്യും. ആവിയിൽ വേവിക്കുന്നത്. എണ്ണ തീരെ ഉപയോഗിക്കാതെ ആവിയിൽ വേവിച്ചെടുക്കുന്നതിനാൽ ഇത് ആരോഗ്യകരമായ ഒരു വിഭവമാണ്. എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങളെക്കാൾ ഇത് ശരീരത്തിന് നല്ലതാണ്. പോഷകങ്ങൾ. കപ്പയിൽ കാൽസ്യം, ഇരുമ്പ് തുടങ്ങിയ ധാതുക്കളും ബി കോംപ്ലക്സ് ജീവകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇത് എല്ലുകളുടെ ആരോഗ്യത്തിനും വിളർച്ച തടയുന്നതിനും നല്ലതാണ്. അലർജി പ്രശ്നമില്ല. ഈ വിഭവം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കപ്പയും അരിപ്പൊടിയും ഗ്ലൂട്ടൻ ഇല്ലാത്ത ഭക്ഷണമാണ്. ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് ഇത് ധൈര്യമായി കഴിക്കാം. ഇത്രയേറെ ഗുണങ്ങളുള്ള ഈ നാടൻ വിഭവം കഴിക്കാതെ പോകുന്നത് വലിയ നഷ്ടമാണ് കേട്ടോ.